മറ്റു മതങ്ങളെ വേദനിപ്പിക്കുന്ന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പൈശാചികമായ പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഭാഗങ്ങൾ മതഗ്രന്ഥങ്ങളിലുണ്ടെങ്കിൽ അതൊന്നും പഠിപ്പിക്കാൻ അനുവദിക്കരുത്. അതിന് കുറച്ച് ജഡ്ജിമാരുടെ പാനൽ വെച്ചുകൊണ്ട് അതെല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്ത് പഠിപ്പിക്കാനുള്ളൊരു സംവിധാനം ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള നീചകൃത്യങ്ങൾ ചെയ്യാൻ, പാവം അതിന് ഇരകളാവാൻ കുറേ പേര് വിധിക്കപ്പെടും. അതുകൊണ്ട് നാം ഇനിയെങ്കിലും തുറന്ന് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിനൊന്നൊരു അവസാനം ഉണ്ടാവില്ല. കാരണം ഒരു വശത്ത് തീവ്രവാദം ചെയ്യുന്നത് വളരെയധികം മഹത്വവൽക്കരിക്കുക, വേറൊരു ഭാഗത്ത് കുറേ പാവം കുട്ടികൾ ഇരകളാവുക. ഇത് അവസാനിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ഒന്ന്, അംഗീകാരം ഇത്തരം മെഡിക്കൽ കോളേജുകൾക്ക് കൊടുക്കാതിരിക്കുക. അപ്പം ആരും അവിടെ പോയി പഠിക്കില്ല. അവിടെയുള്ള കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് ടെസ്റ്റ് എഴുതാൻ പാടില്ല, അവരെ അനുവദിക്കരുത്. രണ്ടാമത്തത്, ഇതിനെ റിക്രൂട്ട് ചെയ്തവരൊക്കെ മത തീവ്രവാദികളുടെ ലിസ്റ്റിൽപ്പെടുത്തി അവരെ പ്രോസിക്യൂട്ട് ചെയ്യുക. മൂന്നാമത്തത്, മതഗ്രന്ഥങ്ങളിൽ വേണ്ടാത്തത് പഠിപ്പിക്കുന്നെങ്കിൽ, മറ്റുള്ള മതങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നെങ്കിൽ അത്തരം ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും അത് മാറ്റി നിർത്തിക്കൊണ്ട് പഠിപ്പിക്കാനുള്ള ഒരു സിലബസ്, ഒരു കരിക്കുലം ഉണ്ടാക്കാൻ ജഡ്ജിമാരുടെ പാനൽ വയ്ക്കുക. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. കേരളത്തിൻ്റെ മതസാഹോദര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, ഭാരതത്തിൻ്റെ മതേതരത്വ സംസ്കൃതിയെ വെല്ലുവിളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഉസ്ബെക്കിസ്ഥാൻ മെഡിക്കൽ കോളേജിൽ മലയാളിയായ സവാരിയ ബസന്ത് എന്ന പെൺകുട്ടിയെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട മലയാളിയായ ഒരു പയ്യൻ നിരന്തരം മതപരിവർത്തനത്തിന് വേണ്ടി പീഡനം ചെയ്ത് അവസാനം ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു. ഇത്ര നിന്ദ്യമായ, ഹീനമായ പ്രവൃത്തിയെ, സംസ്കാരശൂന്യമായ പ്രവൃത്തിയെ നാം ഒറ്റക്കെട്ടായി അപലപിക്കണം. ഇത്തരം നിന്ദ്യമായ പ്രവൃത്തി ആര് ചെയ്താലും, ഏത് മതം ചെയ്താലും അത് നികൃഷ്ടമാണ്, നിന്ദ്യമാണ്, നീചമാണ്, പാപിഷ്ടമാണ്. അവർക്കൊരിക്കലും ദൈവം ഒരു ഗതിയും കൊടുക്കാതിരിക്കട്ടെ. ഈ കാര്യത്തിൽ 3 കാര്യങ്ങൾ നാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഉസ്ബെക്കിസ്ഥാൻ മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾ മതപരിവർത്തനത്തിന് വേണ്ടി അവിടുത്തെ അന്തരീക്ഷം ഉപയോഗിക്കുന്നുവെങ്കിൽ അത്തരം മെഡിക്കൽ കോളേജുകളുടെ റെക്കഗ്നിഷൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കൊണ്ട് അവിടെ നിന്ന് വരുന്ന കുട്ടികളെ ഇവിടുത്തെ ക്വാളിഫൈങ് ടെസ്റ്റ്, അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ കീഴിലുള്ള FMG തുടങ്ങിയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്കിവിടെ പ്രാക്ടീസ് ചെയ്യാം. അത്തരം ടെസ്റ്റുകൾ എഴുതുന്നതിൽ നിന്നും അവരെ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തണം. അതായത് അവരുടെ ക്വാളിഫിക്കേഷൻ അത് ഇൻവാലിഡാക്കി, അതിന് അംഗീകാരമില്ലാത്തതാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ ഇത്തരം മെഡിക്കൽ കോളേജുകളിൽ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നിൽക്കും. ഇത് നാം വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പെൺകുട്ടി ഈ മെഡിക്കൽ കോളേജിൽ എത്തുന്നത് തെറ്റായ ചില അഡ്വർടൈസ്മെൻറ്റുകൾ മനസ്സിലാക്കിയിട്ടാണ്. ഇതിനെ റിക്രൂട്ട് ചെയ്തവരെയൊക്കെ നോക്കുകയാണെങ്കിൽ അതിലെല്ലാം മതത്തിൻ്റെ സ്വാധീനം കാണാം. അപ്പം ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ വേറെ താമസിക്കും എന്ന രീതിയിലാണ് ഹോസ്റ്റലുകൾ എന്നാണ് ഈ പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച്. പക്ഷേ ചെന്ന് പെട്ടപ്പോഴാണ് മനസ്സിലാവുന്നത്, പണമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരേ ഹോസ്റ്റലിൽ തന്നെയാണ്. അപ്പം ഇത് മതപരിവർത്തനത്തിന് വേണ്ടി കൂട്ടിക്കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിനു വേണ്ടിയാണ് ഇവിടെ നിന്ന് ആളുകളെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും മത തീവ്രവാദത്തിൻ്റെ ലിസ്റ്റിൽപ്പെടുത്തിക്കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് അത്തരത്തിലുള്ള ട്രയലുകൾ അവർക്ക് നേരെ കൊണ്ടുവരണം. അപ്പം ഈ കോളേജിലേക്ക് റിക്രൂട്ട് നടത്തിയ എല്ലാ സ്ഥാപനത്തിലെയും ആളുകളെ മത തീവ്രവാദികളുടെ ലിസ്റ്റിൽപ്പെടുത്തിക്കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NIA പോലുള്ള വിഭാഗങ്ങളെ ചുമതലപ്പെടുത്താൻ നാം കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. എങ്കിലേ ഇത്തരം റിക്രൂട്ട്മെൻറ്റുകൾ അവസാനിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ തരത്തിലുള്ള മതപരിവർത്തനങ്ങൾക്കൊക്കെ കാരണമാകുന്നത് ചെറുപ്പത്തിലുള്ള മതപഠനമാണ്.
അപ്പം മതഗ്രന്ഥങ്ങളിൽ മറ്റു മതങ്ങളെ വെറുക്കാനും നിന്ദിക്കാനും അവരെ മതം മാറ്റാനും ഇവിടെ നോക്കണം. ആൺകുട്ടികളെ മതപരിവർത്തനത്തിന് ഇവർ ശ്രമിക്കില്ലേ? പെൺകുട്ടികളെ മാത്രമാണ് ഇവർ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നത്. അപ്പം ഇതെല്ലാം ഇത്തരം ഗ്രന്ഥങ്ങളിലുണ്ടെങ്കിൽ കുറച്ച് ജഡ്ജിമാരുടെ പാനൽ വെച്ചുകൊണ്ട് മറ്റു മതങ്ങളെ നിന്ദിക്കുന്ന, അവഹേളിക്കുന്ന, മതപരിവർത്തനം വരുത്തുന്ന എല്ലാ ഭാഗങ്ങളും മതഗ്രന്ഥത്തിൽ നിന്ന് ബാൻ ചെയ്യണം. കംപ്ലീറ്റ്ലി പഠിപ്പിക്കാൻ അനുവദിക്കരുത്. അതിനുള്ളൊരു സംവിധാനം വന്നാലേ മതേതരത്വം എന്ന വാക്കിന് പ്രസക്തിയുള്ളൂ. ഇത് മറ്റു മതങ്ങളെ വെറുക്കാനും നിന്ദിക്കാനും നശിപ്പിക്കുന്നതൊക്കെ പുകഴ്ത്തുന്ന അത്തരം മതഗ്രന്ഥങ്ങളെ ഒരിക്കലും മതേതരത്വ സംസ്കാരത്തിൻ്റെ ഭാഗമായി കാണരുത്. അത് മതനിന്ദയുടെ പുസ്തകങ്ങളാണ്. അതുകൊണ്ട് മറ്റു മതങ്ങളെ വേദനിപ്പിക്കുന്ന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പൈശാചികമായ പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഭാഗങ്ങൾ മതഗ്രന്ഥങ്ങളിലുണ്ടെങ്കിൽ അതൊന്നും പഠിപ്പിക്കാൻ അനുവദിക്കരുത്. അതിന് കുറച്ച് ജഡ്ജിമാരുടെ പാനൽ വെച്ചുകൊണ്ട് അതെല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്ത് പഠിപ്പിക്കാനുള്ളൊരു സംവിധാനം ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള നീചകൃത്യങ്ങൾ ചെയ്യാൻ, പാവം അതിന് ഇരകളാവാൻ കുറേ പേര് വിധിക്കപ്പെടും. അതുകൊണ്ട് നാം ഇനിയെങ്കിലും തുറന്ന് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിനൊന്നൊരു അവസാനം ഉണ്ടാവില്ല. കാരണം ഒരു വശത്ത് തീവ്രവാദം ചെയ്യുന്നത് വളരെയധികം മഹത്വവൽക്കരിക്കുക, വേറൊരു ഭാഗത്ത് കുറേ പാവം കുട്ടികൾ ഇരകളാവുക. ഇത് അവസാനിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ഒന്ന്, അംഗീകാരം ഇത്തരം മെഡിക്കൽ കോളേജുകൾക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ ആരും അവിടെ പോയി പഠിക്കില്ല. അവിടെയുള്ള കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് ടെസ്റ്റ് എഴുതാൻ പാടില്ല, അവരെ അനുവദിക്കരുത്. രണ്ടാമത്തത്, ഇതിനെ റിക്രൂട്ട് ചെയ്തവരൊക്കെ മത തീവ്രവാദികളുടെ ലിസ്റ്റിൽപ്പെടുത്തി അവരെ പ്രോസിക്യൂട്ട് ചെയ്യുക. മൂന്നാമത്തത്, മതഗ്രന്ഥങ്ങളിൽ വേണ്ടാത്തത് പഠിപ്പിക്കുന്നെങ്കിൽ, മറ്റുള്ള മതങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നെങ്കിൽ അത്തരം ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യുകയെ അത് മാറ്റി നിർത്തിക്കൊണ്ട് പഠിപ്പിക്കാനുള്ള ഒരു സിലബസ്, ഒരു കരിക്കുലം ഉണ്ടാക്കാൻ ജഡ്ജിമാരുടെ ഒരു പാനൽ വയ്ക്കുക. ഇത് നാം ഇനിയെങ്കിലും പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും സദ്ബുദ്ധി ഉണ്ടാവട്ടെ. ഈ കാര്യത്തിൽ ശക്തമായ വ്യക്തമായ ഒരു പ്രതികരണം നമ്മളിൽ നിന്നൊക്കെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് മരിച്ചുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സവാരിയ ബസന്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട്, ആത്മാവിന് മുമ്പിൽ നമിച്ചുകൊണ്ട്, ഈ ക്രൂരകൃത്യം ചെയ്ത, പൈശാചിക കർമ്മം ചെയ്ത, അതിനെ പ്രേരിപ്പിച്ച മതശക്തികളെ ദൈവം ശപിക്കട്ടെ. അവരുടെ പ്രവൃത്തി നിന്ദ്യമാണ്, ക്രൂരമാണ്, നികൃഷ്ടമാണ്, നീചമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, പ്രണാമം.